ഹലോ ഗൈസ്, നമ്മുടെ താമരയുടെ ഇലകളൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കാനും ഒരു രോഗവും അവരെ ബാധിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഇലകൾ എത്രത്തോളം ഫ്രഷാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മുട്ടുകൾ കേട്ടോ. ഇത് നമ്മുടെ ലക്ഷ്മിയാണ്, നമ്മൾ ഈ പ്രാവശ്യം നട്ടു കൊടുത്ത ലക്ഷ്മിയാണ്. ഏകദേശം ഇതിലെല്ലാ ട്യൂബേഴ്സും ഞാൻ ഈ പ്രാവശ്യം നട്ടു കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇലകളൊക്കെ എന്ത് ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇലകൾ മാത്രമല്ല, ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം മാറ്റി പിടിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതെന്ന് പറയാം. നല്ല നല്ല ഫ്രഷായിട്ട് ഇലകൾ നിൽക്കുന്നുണ്ട്. അതിൽ കൂടെ തന്നെ അതിലും ഇതിലൊക്കെ മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. മുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ അതേ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഇലകളൊക്കെ അളിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തത് അളിഞ്ഞു പോയ ഇലകളൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറ്റി കൊടുത്തിട്ട് നമ്മുടെ NPK പ്ലസ് DAP ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, അതായത് അര ടീസ്പൂൺ നമ്മൾ NPK കൊടുക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ നമ്മുടെ DAPയും കൂടി മിക്സ് ചെയ്തിട്ട് വളമായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ ഇലയുടെ ഫ്രഷ്നെസ്സും നിറയെ മുട്ടുകളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്